ഹലോ, ഇന്നലെ ശിവരാത്രി ആയിരുന്നല്ലോ. നമ്മുടെ സൊസൈറ്റിയിൽ ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഭജനയായിരുന്നു കേട്ടോ. ഞങ്ങളുടെ നൈബറായിരുന്നു നടത്തിയിരുന്നത്. അപ്പം ഞങ്ങളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം പോയിരുന്നുള്ളൂ, കാരണം എനിക്ക് അമ്പലത്തിൽ പോകണമായിരുന്നു. രാവിലെ ഞാൻ അമ്പലത്തിൽ പോയില്ല, ഭയങ്കര റഷായിരുന്നു. അതുകൊണ്ട് ഞാൻ വൈകുന്നേരമായിരുന്നു അമ്പലത്തിൽ പോയത്. ഞങ്ങൾ താമസിക്കുന്ന സൊസൈറ്റിക്ക് അടുത്ത് തന്നെയാണ് അമ്പലം. അപ്പം ഞങ്ങൾ നടന്നാണ് അമ്പലത്തിലോട്ട് പോയത് കേട്ടോ. അപ്പോൾ ഇതാണ് അമ്പലം. ഇവിടെ റോഡ് പണി നടക്കുവാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിനകത്തോട്ട് കയറുവാണ്. അപ്പോൾ എനിക്ക് ശിവലിംഗത്തിനകത്ത് വെള്ളം ഒഴിക്കണം. അപ്പോൾ ഞാനിത് പാത്രം എടുക്കാൻ പോവാണ് വെള്ളം എടുക്കാനായിട്ട്. ഞാൻ വെള്ളം എടുക്കാനായിട്ട് പോയപ്പോൾ ഏട്ടൻ 2 മൊന്ത വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാനെടുത്ത പാത്രം തിരിച്ചു കൊണ്ട് വെച്ചായിരുന്നു. ശിവരാത്രിയുടെ അന്ന് ഇവിടെ ഭയങ്കര പൂജയാണ്. അപ്പോൾ ഇങ്ങനെയാണ് എല്ലാവരും വന്ന് വെള്ളം ശിവലിംഗത്തിനകത്ത് ഒഴിക്കുന്നത്. അപ്പോൾ ആദ്യം അച്ഛനും മോനും കൂടിയാണ് വെള്ളം ഒഴിച്ചത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊന്നും പറ്റത്തില്ലല്ലോ. പക്ഷേ ഇവിടെ നമുക്ക് പ്രതിഷ്ഠയിലൊക്കെ ഇങ്ങനെ വെള്ളം ഒഴിക്കാം, തൊട്ട് തൊഴാം, അതിനൊന്നും ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ല. അവർ വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ പോയി വെള്ളം ഒഴിച്ച്. അപ്പോൾ ആഷിമോനും വന്ന് എൻ്റെ കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട്. അവനിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ അമ്പലത്തിനകത്ത് കയറി തൊഴുത്. ഇത് ദേവിയുടെ അമ്പലമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പ്രസാദമൊക്കെ വാങ്ങിച്ചു. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന സാധനമാണ് ബേറ്. അതിവിടെ ശിവരാത്രിയുടെ അന്ന് കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് ബാങ്ക് കിട്ടും, പിന്നെ വേറൊരു ഇലയും കൂടി കിട്ടും. അത് ഞാനിവിടെ പറയുന്നില്ല കേട്ടോ. അപ്പം ഞങ്ങൾ പ്രസാദമൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പം ഞങ്ങൾ തിരിച്ച് വന്നിട്ട് ഭജനയിലിരുന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ ഉമാഭാബി നൈബർ. അപ്പം ഭാബി ഇവിടെ കുറച്ച് പിള്ളേർക്ക് ഗിത്താർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭജനയുടെ കൂടെ അവരുടെ അരങ്ങേറ്റം പോലെ ചെറുതായിട്ടൊന്ന് നടത്തുവാണ് ഭാബി ഇവിടെ. അങ്ങനെ ഇതൊക്കെ കണ്ട് ഞങ്ങളുടെ ആഷിക്കുട്ട അന്തം വിട്ട് കുന്തം പോയ പോലെ ഇരിക്കുവാണ്. ഇതൊരു ചെറിയ പ്രോഗ്രാമായിരുന്നു, ഭജനയായിരുന്നു. പക്ഷേ ഇവർ എല്ലാവരും ഒത്തുചേർന്ന് ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ പാടിയിട്ടാണ് ഇവരിത് നിർത്തുന്നത്. പിന്നെ നമുക്ക് അവിടുന്ന് പ്രസാദമൊക്കെ കിട്ടിയായിരുന്നു. ഇത് ചൗവരിയുടെ പായസമായിരുന്നു കേട്ടോ. പിന്നെ കുറേ പഴവും ലഡുവും ബർഫിയൊക്കെ കിട്ടിയായിരുന്നു. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ഗുഡ് നൈറ്റ്.